ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് ഓഹോ ബീച്ചിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഓരോരുത്തർ ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ എന്തായാലും സ്നേഹതീരം വല്ലപ്പോഴൊക്കെ പോവാറുണ്ട്. അപ്പോൾ എന്തായാലും ഓഹോ ബീച്ചിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊരു എന്താ പറയുക, പുതിയൊരു ഭാഗത്ത് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഇതിലാണ് ഞാൻ പോണത്. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ, വീട്ടിൽ നിന്നൊക്കെ പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ റോഡ് പണിയും കാര്യങ്ങളല്ല, അതിൻ്റെ മണ്ണും കാര്യങ്ങളും എന്തൊക്കെയോ കൊടുന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതേ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ, കല്യാണത്തിന് വണ്ടികൾ വന്ന് നിൽക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. അത്രയും നല്ല തിരക്കായിരുന്നു സംഭവം. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ശനിയും ഞായറോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ തുടക്കമല്ല, സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. സംഭവം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ബ്രൈറ്റ് ടു ബി ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും കടലിൽ കളിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും നിച്ചുമോനും കളിക്കാൻ വെച്ചിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കേണ്ട. നിച്ചുമോനക്ക് മണ്ണ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. മണ്ണിലൊക്കെ ഇരുന്ന് ആർമാദിച്ചെന്നാണ് കുട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വെച്ച്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുറത്തിറങ്ങിയാലൊരു വിശപ്പ് കൂടുതലാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് ആസ്വദിച്ച് നിന്ന് അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ അതുവരെ കുറച്ച് നേരം വരെ ഇങ്ങനെ എന്താ പറയുക, കടലും കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം വരെ ഇരുന്ന്. ഞങ്ങൾ വൈകിട്ടാണ് പോയത്. വൈകിട്ട് കാണാനാണ് അവിടെ രസമുള്ളൂ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ അവനായിട്ട് അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി, അലമ്പാക്കൽ തുടങ്ങി. അപ്പോൾ ഫുഡ് വേറെ ഒന്നുമല്ല, നമ്മൾ ഷവർമ്മ ഒന്ന് കഴിക്കാൻ വെച്ചിട്ട് പോയത്. അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് കഴിക്കണം എന്നൊന്നും. അപ്പോൾ പിന്നെ ഷവർമ്മ കഴിക്കാൻ ചോദിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പം നിച്ചുമോനെ അതിലത്തെ ഇതാണ് കേട്ടോ തിന്നണേ, ചിക്കൻ എടുത്ത് തിന്നുന്നുണ്ട്. അപ്പം ഞാൻ കൊടുത്തു നോക്കുമ്പോൾ ആൾക്ക് എരിഞ്ഞിട്ടാന്നൊന്നും തിന്നണില്ല. അപ്പോൾ ആളെ ഇഷ്ടത്തിന് ചിക്കൻ എടുത്തിട്ട് തിന്നണമൊക്കെ ഉണ്ട്. പിന്നെ ലൈമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലൈമും കഴിച്ച് കുറച്ച് കുടിച്ചാൾ, അധികം കുടിച്ചില്ല, കുറച്ച് കുടിച്ച്. പിന്നെ ഇക്കാക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മോൻക്ക് ബുൾസൈ പറഞ്ഞതായിരുന്നു കേട്ടോ. ഇക്കാണെങ്കിൽ അതിൽ കുരുമുളക് ഇടണ്ടെന്ന് പറയാൻ മറന്നു. ഞാനാണെന്നുണ്ട് എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ അത് വേറെ ഭാഗത്തായ കാരണം അത് പറയാൻ മറന്നിക്കാട്. കുറച്ചപ്പുറത്തേക്ക് പോകണം. അപ്പം നല്ല രസമാണ് കേട്ടോ. പോവാത്തവരുണ്ടാവുന്ന പോയി നോക്കാം. ഒരു പുതിയൊരു ഇതല്ലേ, നല്ല രസമുണ്ട് സംഭവം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇടയിൽ ആഡ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.